എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം കൺസോൾട്ടേഷനാണ്. മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പിടിക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി 164 പോയിൻ്റ് അപ്പിലേക്കാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് താഴത്തേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങോ മുകളിലത്തേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങോ ആണ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ ശരിക്കും ആ 164 പോയിന്റിൽ 100 പോയിന്റ് നമുക്ക് റൈഡ് ചെയ്യാനായിട്ടുള്ള പോയിന്റ് ആയിരുന്നു. 165 പോയിന്റ്, 100 പോയിന്റ് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ കണക്കൂട്ടി തന്നെയാണ് നമ്മളിന്ന് വന്നതും. ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് 3 ദിവസം കൺസോൾട്ടേഷനാണ്, മാസീവ് മൂവ്മെൻ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ എന്തോ നമുക്ക് 100 പോയിന്റ് രാവിലെ റൈഡ് ചെയ്യാനുള്ള ഭാഗ്യമില്ല എന്ന് വിചാരിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 3 സ്ഥലങ്ങളാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിലവിലുള്ളത്. നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാം. ഒന്ന് 23,424, പിന്നെ അതല്ലാതെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ്, അതിന് 5-10-15 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ്, ഈ ഒരു ഗ്രീൻ ലൈൻ, ഇതൊക്കെയാണ് ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് എന്നുള്ളത്. അതിൽക്കും മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താലാണ് 23,516 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ എവിടെയാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കണമെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിനൊപ്പം തന്നെ നമുക്കൊരു സോൺ ഒന്ന് മാർക്ക് ചെയ്തിടാം. ഒരു കൺസോൾട്ടേഷൻ സോണാണിത്. ഈ ഒരു സോണിനകത്ത് കൺസോൾട്ടേഷൻ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം പിന്നെയും ഒരു ബ്രേക്കൗട്ട് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 23,516 മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഈ സോൺ വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. RSI മേളിൽ പോയിട്ട് തിരിച്ച് കർവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് ഈ ഒരു 23,328 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം, നമുക്ക് കണക്ക് കൂട്ടാം. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 23,227 ആണ്. 23,227 പ്ലസ് ഇപ്പോൾ സങ്കടമുണ്ട്, ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷെ അത് ആയില്ല. 164 ആണ് മാർക്കറ്റിൽ അപ്പായിരിക്കുന്നത്. 23,391. അപ്പോൾ 23,391 എന്ന് പറയുമ്പോൾ 23,395 ഞാൻ ഈ പറഞ്ഞ ഒരു റിജക്ഷൻ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗ്യാപ്പ് ഫില്ലിങ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ അത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. എല്ലാം മാർക്കിംഗ് ആണ്. 23,369. അതിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് 23,328 പോകത്തുള്ളൂ. നമ്മൾ സോണൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ പറയുന്ന ലെവൽസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് നമ്മൾ നെക്സ്റ്റ് വീക്കിലെ സ്ട്രൈക്കാണ് ഇപ്പോഴും എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 272 മാർക്കറ്റ് ട്രിഗർ പ്രൈസ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. സിയിൽ ഒരു 272 മാർക്കറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. 174 പോയിന്റ് എന്ന് പറയുമ്പോൾ
198 ഒരു 100 പോയിന്റ്. 100 ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ഈ മാർക്കറ്റിൽ ഇത്ര വലിയൊരു ഗ്യാപ്പ് അപ്പ് കാണിച്ചെന്ന് വിചാരിച്ചിട്ട് അത്ര ഒന്നും വരണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് സ്പേസ് ഉള്ളത് 245 അല്ലെങ്കിൽ 247 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവ് കിട്ടുവാണെങ്കിൽ നമുക്ക് 272ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും. സ്ട്രൈക്ക് വന്നിട്ട് 23,200 സി ആണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്. അപ്പോൾ 24,247 റിജക്ഷൻ പോയിൻ്റാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത് തന്നെ 235ൻ്റെ ഭാഗത്താണ് മാർക്കറ്റ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 235 മുതൽ 247 വരെ നമുക്ക് എടുക്കാം. അവിടെ നിന്ന് മേലോട്ട് പോയി 272 വരെ മാർക്കറ്റ് പോകും. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ്. അതേപോലെ 1 അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ്. 30 മിനിറ്റിൽ ഹാഫ് പോർഷനിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡാണ്. 5 മിനിറ്റിൻ്റെ RSI ഗ്രീനിലേക്ക് മുട്ടാതെ, അതേപോലെ പിയുടെ RSI റെഡിലേക്ക് മുട്ടാതെ നമ്മൾ ഒരു കാരണവശാലും പി എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഈ RSI ക്രോസ് ഓവർ കഴിഞ്ഞ് ഗ്രീനിലേക്ക് എത്തുന്നത് വരെ മാർക്കറ്റ് സി സൈഡാണ്. അതിനുശേഷമേ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിയുടെ സ്ട്രൈക്ക് 170 പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതൽ എടുത്ത് ഉള്ളത് ഇടാം. അതിനുശേഷം നമുക്ക് ബാക്കി ആലോചിക്കാം. അപ്പോൾ 23,500ൻ്റെ പി തൽക്കാലം എടുത്ത് നമുക്ക് സ്ക്രീനിലിടാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. അപ്പം മണി 9:14 ആയിട്ടുണ്ട്. അപ്പോൾ സിയുടെ മൂവ്മെൻറ്റ് ഏത് രീതിയിലൊക്കെ ആവുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു 215ന് താഴത്തേക്കൊക്കെ വന്നാൽ മാത്രമാണ് സി ഡൗൺ 230 മേജറായിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവൽ. സിയുടെ മേജറായിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ 230ന് മുകളിലാണ് പോകണമെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 230ആണ്. 230ൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാലാണ് പിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. 23,200 സി, 23,500 പി ആണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. മാർക്കറ്റ് 275 ഓൾറെഡി മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് പോയി. 275 മാർക്കറ്റ് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ച ലെവലാണ് 275. അപ്പം ഞാനൊരു ബൈയും കൂടെ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഒരു ബൈയും കൂടെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അത് ആവറേജിങ് 230ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ സി വിടാം എന്നുള്ള കണക്കൂട്ടിലാണ് ഞാനതെടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു തവണ കൂടെ 275 ഇട്ട് പോവുകയാണെങ്കിൽ അത്ര ആവട്ടെ. 290 എന്നുള്ള ലെവല് ഓൾറെഡി മാർക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 10 പോയിൻ്റെങ്കിൽ 10 പോയിൻ്റ് രാവിലെ കിട്ടി, അത്രയും നല്ലതല്ലേ. പിയുടെ ലെവലെന്ന് പറഞ്ഞാൽ പിയിലേക്ക് മുട്ടാനായിട്ട് പോസിബിലിറ്റി കിടപ്പുണ്ട് കേട്ടോ, 210ലേക്ക്. അതെപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ 204 ബ്രേക്ക് ചെയ്താൽ മാത്രം 210ലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ 585 ലെവലിലേക്കാണ് വന്ന് നിൽക്കുന്നത്. 570, 495 ലെവലിലാണ് ആ എൻട്രിയുടെ ലെവൽ വന്ന് നിൽക്കുന്നത്. കാരണം RSI അപ്പർ സൈഡിലേക്കാണ് രണ്ടും കൽപ്പിച്ച് ഒരു 500 ഒപ്പിക്കാം എന്നുള്ള രീതിയിൽ അതൊന്നും കൂടെ എടുത്തതിൻ്റെ റീസൺ. 596, 600, 663, 603 ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. പിയിൽ നമുക്കൊരു മൂവ് കിട്ടണമെങ്കിൽ 203 ബ്രേക്ക് ചെയ്യണം. 203 ബ്രേക്ക് ചെയ്താൽ മാത്രം 210, 214ലേക്കുള്ളൊരു വ്യൂ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ പിയിൽ ചാടിക്കയറി എടുത്തിട്ട് കാര്യമില്ല. 600 വരെ പോയതാണ്. 500 ബുക്ക് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മനസ്സെന്തോ അനുവദിച്ചില്ല. കാരണം എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ നിലവിൽ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 289.50 ആണ്. പക്ഷേ 290 എന്നുള്ള ഒരു ലൈൻ അവിടെ നിൽപ്പുണ്ട്. പോരാത്തതിന് 272 എന്നുള്ളത് ഒരു നോർമൽ വൈറ്റ് കളറാണ്.
RSI അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഒരു ക്രോസ് ഓവർ പോലും വന്നിട്ടില്ല. 255 കറക്റ്റ് എൻട്രി പ്രൈസ്. ആ ലെവലിൽ തന്നെയാണ് ലൈനും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു 500 750 10 പോയിന്റ് കിട്ടിയാൽ ബ്ലോക്ക് ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് ഞാനത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ അടിച്ചു പോയാലും നമുക്ക് പരാതിയില്ല. കാരണം രണ്ട് സ്ഥലത്തേക്കും ചാൻസസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു 206 മുകളിലോട്ട് വന്നാൽ മാത്രമാണ് പിയിൽ 210 അല്ലെങ്കിൽ 216 മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ കിട്ടത്തില്ല. അല്ലാതെ നമ്മൾ ചാടിക്കയറി പിയിലെടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. RSIയുടെ ക്രോസ് ഓവർ വന്നിട്ടില്ല. ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് എത്തിയിട്ടില്ല. 600 വരെ പോയതാണ്, ഞാൻ ബുക്ക് ചെയ്തില്ല. രണ്ടിലും സ്പേസ് ഇട്ടിട്ടുണ്ട്. 210 പിയിലും സ്പേസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 286 സിയിലും സ്പേസ് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി മൈനസിലേക്ക് പോയി. 600 പോയതായിരുന്നു, നമ്മളത് ബുക്ക് ചെയ്തില്ല. ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. രാവിലെ ഒരു 600 ഇട്ടിട്ട് ഇന്നലെ ബുക്ക് ചെയ്ത്. പക്ഷെ ഇന്ന് ഞാൻ ബുക്ക് ചെയ്തില്ല. 247 താഴത്തോട്ട് വരികയാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. 5 പോയിൻറ്റിൻ്റെ കേസേ ഉള്ളൂ. പോവുകയാണെങ്കിൽ 272 പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ 247 സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ, കുഴപ്പമില്ല. ആ 5 പോയിന്റ് നമുക്ക് സെക്കൻഡ് സ്ക്രീനിൽ പിയിൽ 200 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5 പോയിന്റ് എടുക്കാവുന്നുള്ളൂ. വൈറ്റ് ഡോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RSI ക്രോസ് ഓവറിൻ്റെ വക്കിലേക്ക് എത്തുന്നതേ ഉള്ളൂ. $23,500 പി 202 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത സ്ട്രൈക്കിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. 23,500 പി നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. സ്ട്രൈക്കിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സിയുടെ സ്ട്രൈക്കും അതേപോലെ ആണോ എന്നൊന്ന് നമുക്ക് നോക്കട്ടെ. സിയുടെ സ്ട്രൈക്കും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ശരിക്കും എടുക്കേണ്ടത് 23,200 നമ്മൾ 52 അതെടുത്തിരിക്കുന്ന കറക്റ്റാണ്. നമ്മൾ പിയിലെ സ്ട്രൈക്കും സിയിലെ സ്ട്രൈക്കും RSI ക്രോസ് ഓവർ ആണ് നിലവിൽ. ക്രോസ് ഓവർ വന്നിട്ടില്ല. 247 മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ ആവത്തുള്ളൂ. എന്നാലും സമയമുണ്ട്, നമുക്ക് ധൃതി പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ അറിയാൻ പറ്റും.
260 മുകളിലേക്ക് ഒരു മൂവ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പിയിൽ നോക്കേണ്ടതായിട്ടുള്ളൂ. 260 മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. 247 എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് താത്തി വെക്കണം. 246 താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവുകയും 252 ബ്രേക്ക് ചെയ്ത് 260 മുകളിലോട്ട് പോയാൽ മാത്രമാണ് പിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി പക്ക കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഒരു ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു ഇത്തിരി താമസമുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്തു വച്ചിരിക്കുന്നത് സിയും പിയും എടുത്തിട്ട് ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സി 513 ലോസിലാണ് നിൽക്കുന്നത്, പി 52 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇത്തിരി കൺസോൾട്ടേഷനും കൺഫ്യൂഷനും ആക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഞാനെടുത്ത് ഹെഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേത് ലോസിലേക്ക് പോയാലും നമുക്ക് ആവറേജ് ചെയ്ത് കൊണ്ടുവരാം. പിയുടെ മൂവ്മെൻറ്റ് RSIയിൽ ഒരു ക്രോസ് ഓവറിലേക്ക് വരുന്നുണ്ട്. 246 ബ്രേക്ക് ചെയ്ത് സി ഡൗൺ ആയാൽ നേരെ താഴത്തോട്ട് വരും. പി നേരെ 260 ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ആ സിയിൽ എക്സിറ്റ് ചെയ്തതാണ്. പക്ഷേ പിയിൽ ബൈ സ്ക്രീൻ ഇവിടെ ആയിരുന്നുകൊണ്ടാണ് സിയിൽ കയറി ബൈ ആയിപ്പോയത്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടും പിന്നെ ഹെഡ്ജ് ചെയ്തിട്ട് എടുത്തത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടും ഹെഡ്ജ് ചെയ്തിട്ട് രണ്ടും ഒരു ക്രോസ് ഓവർ ലെവലിലാണ് രണ്ടും നിൽക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സി എന്താ നേരെ ഡൗണോ ഹയർ വിക്കിലേക്ക് മുകളിലോട്ടോ പോകും. എന്തായാലും പിയിലേക്ക് കുറച്ച് മൂവ്മെൻറ്റ് വരും. നമുക്ക് പി റെഡിലേക്കും കൂടെ കയറിയിട്ട് നമുക്ക് എൻട്രീനെ പറ്റി ആലോചിക്കാം. ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ക്രോസ് ഓവറിലൊരു എൻട്രി പിയിൽ പോസിബിൾ ആണ്. ബട്ട് അത് റെഡിലേക്കും കൂടെ കയറിയാലായിട്ടാണ് നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം എക്സിറ്റ് ചെയ്തിട്ട് മറ്റേത് ഹോൾഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും ഹെഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ സോൺ ആയതുകൊണ്ടാണ്. 9:30 കഴിയുമ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കണ്ടോ, സി എടുത്തപ്പോൾ പി എടുത്തപ്പോൾ സി രണ്ടും മാറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 246 താഴത്തോട്ട് വന്നാൽ മാത്രമേ സി ഡൗൺ ആവത്തുള്ളൂ. അതേപോലെ തന്നെ 260 മുകളിലേക്ക് പോയാൽ മാത്രമാണ് പി അപ്പ് ആവത്തുള്ളൂ. അപ്പം രണ്ടും ഞാൻ ഹെഡ്ജ് ചെയ്ത് നിർത്തിയേക്കുകയാണ്. ഇത് വേറൊരു രീതിയിലുള്ള സേഫ് മെത്തേഡാണ്. അതെന്താണെന്ന് ഞാൻ വഴിയെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. കാരണം RSIയുടെ ഒരു കർവ് കിട്ടിക്കഴിയുമ്പോൾ ഒരെണ്ണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, മറ്റേത് ആവറേജ് ചെയ്ത് കയറ്റിക്കൊണ്ട് വരിക. കാരണം മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ സി സൈഡാണ് നിൽക്കുന്നത് കേട്ടോ. മാർക്കറ്റ് സ്റ്റിൽ സി സൈഡാണ് നിൽക്കുന്നത്. ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ നിലവിൽ പറ്റത്തില്ല. പക്ഷേ കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഹെഡ്ജ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഒരു എങ്ങനെ പോയാലും രണ്ടും കൂടെ മൂവ് ചെയ്ത് വരുമ്പോൾ ഒന്നാമത്തെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്. പക്ക കൺസോൾട്ടേഷൻ വന്നാൽ മാത്രമാണ് DKയുടെ ഒരു പ്രശ്നം കൊണ്ട് ലോ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാണ്. നമുക്കൊരു ഡയറക്ഷൻ അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു എൻട്രി എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും എടുത്തിട്ട് ഹെഡ്ജ് ചെയ്തിടാം. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോസ് ഒരു പരിധി കൂടുതൽ അങ്ങനെ നിൽക്കും. എന്നിട്ട് ഒരു നല്ലൊരു പീക്ക് മൂവ്മെൻറ്റ് കഴിയുമ്പോൾ ഒരു റിവേഴ്സോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരെണ്ണം ഒഴിവാക്കിയിട്ട് മറ്റേത് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ പക്ക കൺസോൾട്ടേഷനാണ് രാവിലെ മാർക്കറ്റ് നിൽക്കുന്നത്. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ എന്തുകൊണ്ടാണ് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ,
സിയിലേക്കാണോ പിയിലേക്കാണോ എന്ന് അറിയാനുള്ള കൺഫ്യൂഷൻ സ്പേസിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. കാരണം ആദ്യത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ എന്താ ഒരു സപ്പോർട്ട്, വളരെ തിക്കായിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിയിലായിരിക്കും മൂവ്മെൻറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 23,369 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഗ്യാപ്പായിരിക്കും ഫില്ല് ചെയ്യണത്, അല്ലെങ്കിൽ താഴത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് ഔട്ടിലാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ RSI ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് സിയുടെ ഡൗൺ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു വൺ സൈഡ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആളുകൾ സി മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക. അതിൻ്റെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ, ഇപ്പോൾ താഴത്തുനിന്ന് വല്ലതും എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യണം. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരാനും ഒക്കെ ചാൻസൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. RSI ഗ്രീനിലേക്കും കൂടെ കയറിയാൽ നമുക്ക് പിയിൽ സുഖമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം. രണ്ടും കൺസോൾട്ടേഷൻ സോണിലാണ്. അപ്പോൾ നമ്മുടെ ലോസ് ഒരു 1000-നുള്ളിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടണം. നമ്മൾ സി എടുക്കുമ്പോൾ പി പോവും, പി എടുക്കുമ്പോൾ സി പോവും. രണ്ടിലും കൂടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ചറവറ കളയാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സി ഞാനെടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പിയും ഞാനെടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സി ആണ് ഒരു 80% നമ്മളുടെ വ്യൂ സിയിൽ തന്നെയാണ്. ആ ക്രോസ് ഓവർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. സിയിൽ ഈ 200 നിലവിലുള്ള റെഡിൻ്റെ ക്യാൻഡിൽ, റെഡിൻ്റെ ഒരു ലൈൻ ഉണ്ട് 265. ആ ലെവലൊന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യുന്നത് 272-ലോ 273-ലോ ആയിരിക്കും. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9:30 ആയിട്ടുണ്ട്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് സിയുടെ ക്യാൻഡിൽ ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ 265 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 272 ഇട്ടായിരിക്കും പോകുന്നത്. കാരണം ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് സിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങോട്ടൊരു വലിവ് ഏത് നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ സിയിൽ ഹോൾഡ് ചെയ്യാൻ. ഇൻ കേസ് താഴത്തുനിന്ന് സിയിൽ ഒരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകണം. നെക്സ്റ്റ് 5 മിനിറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 270, 273 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. പിയിൽ 240 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരണം. ഇരുന്നൂറ്റി അറുപത്തഞ്ച് 266. ഇന്ന് രാവിലെ പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ. 266 സിംഗിൾ സ്ക്രീൻ ഇടാം. അപ്പോൾ പിയുടെ കേസ് കണ്ടു എന്നുള്ളൊരു ചിന്ത എന്തായാലും വരില്ല. 269, 271, 272, 73 നമ്മുടെ സിയുടെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത്. മുട്ടിയിട്ടില്ല, ബഫർ സോണ് വന്നിട്ടാണ് നിൽക്കുന്നത്. 270, 271 ടാർഗറ്റ്. ആദ്യത്തെ ടാർഗറ്റ്, രണ്ടാമത്തെ ടാർഗറ്റ് 836. ഓക്കെ, 272 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതവിടെ ക്ലോസ് ചെയ്തു കേട്ടോ. ആ പ്രോഫിറ്റ് അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. 272 ടച്ച് ചെയ്തപ്പോഴത്തേക്ക് അത് ഞാൻ ക്ലോസ് ചെയ്തു.
273 ആണ് മെയിൻ റിജക്ഷൻ. അതിന് മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെയുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ 289 ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ്? RSI ഓൾറെഡി ക്രോസ് ഓവറായി വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 272 സി ഹെഡ്ജ് ചെയ്തത് എക്സിറ്റ് ചെയ്തു. ദെൻ പി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു RSIയുടെ ക്രോസ് ഓവറിനെ മാനിച്ച്. ഈ RSIയുടെ ക്രോസ് ഓവർ തിരിച്ച് മുകളിലോട്ട് വന്ന് 250 255 ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം? നമുക്ക് അതും എക്സിറ്റ് ചെയ്താൽ ഗുണം എന്താ? സിയിലും ബിയിലും കൺഫ്യൂഷൻ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ 270 235. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ 253 എന്നുള്ള ഒരു ലെവല് ഓൾറെഡി ഹൈ വീക്ക് ക്രിയേറ്റ് ചെയ്യാതെ നിൽപ്പുണ്ട്. സിയിൽ ആദ്യത്തെ ട്രേഡിൻ്റെ ലോവർ ക്യാൻഡിൽ മാർക്കറ്റ് ടച്ച് ചെയ്യാതെ നിൽപ്പുണ്ട്. അപ്പം ഇത് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ച് 253 പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്താലും ഓൾമോസ്റ്റ് ഇവിടെ കിട്ടിയ പ്രോഫിറ്റും ഇവിടെ 2 പോയിൻ്റ് കിട്ടിയാൽ അതുമായിട്ട് നമുക്ക് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ട്രേഡ് അവസാനിപ്പിക്കാം. നേരെ മറിച്ച് ഈ RSI റെഡിലേക്കും കയറി മുകളിലോട്ട് പോവുകയാണെങ്കിൽ പോകുന്നത് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളുടേത് 45 രൂപ അത് ബുക്ക് ചെയ്തു. അപ്പോൾ എന്താ കണ്ട, പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ലെവലിലേക്ക് മാർക്കറ്റ് വരും. അത് 255 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മൂവപ്പ് ആയിക്കഴിഞ്ഞാൽ 255 അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലോട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് 273 നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ എന്താ ചെയ്തേ, അവിടെ ഹെഡ്ജ് ചെയ്തു. ഈ മുകളിലോട്ട് ആ ടാർഗറ്റിൽ ആ പ്രോഫിറ്റും ബുക്ക് ചെയ്തു. ഇവിടെ ലോസിലേക്ക് പോയത് തിരിച്ച് 255 വന്നപ്പോൾ അതും ബുക്ക് ചെയ്തു. അപ്പോൾ എന്താ ഗുണം? ഓൾറെഡി പ്രോഫിറ്റബിളായി. ഇത് വേറൊരു മെത്തേഡ്. പക്ഷേ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ സോൺ വന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യങ്ങളുള്ളൂ. കാരണം മാർക്കറ്റ് പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് 255 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആവറേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളോട് നമ്മൾ 238 എടുക്കാൻ പറഞ്ഞായിരുന്നു. അത് 40 മുതൽ 55 വരെയുള്ള 15 പോയിൻ്റ് കിട്ടും. നേരെ മറിച്ച് ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലും 255 റിജക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എത്ര പോയിൻ്റ് കിട്ടും? 46ഉം 10ഉം 56. അവിടെയാണെങ്കിൽ അവിടെ 10 പോയിൻ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തുള്ള 10 15 20 പോയിൻറ്റും ഇപ്പുറത്തുള്ള 10 പോയിൻറ്റും ആണെങ്കിൽ ഓൾറെഡി 30 പോയിൻ്റാണ്. ഇന്നത്തെ ട്രേഡ് ഹെഡ്ജിങ് മെത്തേഡിൽ കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതും പോസിബിളാണ്. രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സിയും പിയും എടുക്കാം. എന്നിട്ട് ഏത് ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവറിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് മറ്റേത് ആവറേജ്, ഇപ്പം ഇവിടെ നിന്ന് റിവേഴ്സ് ആവും എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 2 ലോട്ടും കൂടെ ആവറേജ് ചെയ്തിരുന്നെങ്കിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയാണ്. പക്ഷേ ഞാനത് ചെയ്തില്ല. ഇൻസൈഡ് ബാർ ക്യാൻഡിൽ അനുസരിച്ചിട്ട് ആവറേജ് ചെയ്താൽ പ്രോഫിറ്റ് ആവും. സിംഗിൾ ആണെങ്കിലും മാർക്കറ്റ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ലെവലിലേക്ക് വരും എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മളത് തിരിച്ചു വരാൻ ഹോൾഡ് ചെയ്ത് 2ഉം പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെയും ചെയ്യാം, വൺ ഡയറക്ഷൻ എടുക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്താൽ ഇതൊന്നും മനസ്സിലാക്കി എടുക്കണമെന്നില്ല. നമ്മൾ 3 വർഷം ലൈവും കൂട്ടത്തിൽ ട്രേഡും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് വേറൊരു വ്യക്തിയാണെങ്കിൽ ഈ സമയത്ത് വെറുതെ ടെൻഷൻ അടിച്ച് പാനിക്കായി അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു വ്യക്തിക്ക് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അനലൈസിങ് മറന്നു പോകും, എന്താ ചെയ്യേണ്ടതെന്നുള്ള സ്ഥലകാല ബോധം, ഒരു സഭാകമ്പം ഉണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിൻ്റെ റീസൺ. നമുക്ക് 250ഉം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആണ്. RSI പിയിലേക്ക് ഡൈവർജൻസ് ആവുകയാണ്. 254 മാർക്കറ്റ് നിൽക്കുന്നത്.
അപ്പോൾ ആവറേജ് ചെയ്യാൻ ധൈര്യമുള്ളവർക്ക് പി ഇ 240 നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഡയറക്ഷണൽ ട്രേഡ് ആണെങ്കിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ അവിടെ നിന്ന് മുകളിലോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ആ ട്രേഡ് 255 മുകളിലോട്ട് പോയാലേ സ്റ്റേബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റും ആവുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 10 മണിയുടെ ക്യാൻഡിലാണ് ഇമ്പോർട്ടൻ്റ്. ഇവിടെ എന്താ പറയണ്ടേ, 23,324 പക്ക സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. 15 മിനിറ്റ്സിൻ്റെ RSI മേളിലോട്ടൊന്ന് കയറിയിട്ടുമുണ്ട്. അടുത്ത 10 മിനിറ്റ്സ്, അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ സാധനം താഴത്തോട്ട് ദാന്ന് പറയുമ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോരും. നേരെ മറിച്ച് ഇതൊരു പിൻബാറായിട്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ സിയിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഈ നിൽക്കുന്നത് ഒരു പന്തിയായിട്ടുള്ള നിപ്പല്ല. മാർക്കറ്റ് നല്ല വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 255 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ, അതായത് 5 മിനിറ്റിൻ്റെ ഈ ഒരു RSI റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, നെക്സ്റ്റ് ക്യാൻഡിൽ ഹൈ വോളിയത്തിൽ മേളിലോട്ട് പോകും. ഇല്ലെങ്കിൽ 255 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 240 ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നതിന് ശേഷമായിരിക്കും പിന്നെ തിരിച്ച് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ വളരെ അലർട്ടായിട്ടിരിക്കുക. അപ്പോൾ 265 പി എത്തി നിൽക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ബേസ് ലെവലുണ്ട് 244, അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 10 മണിക്ക് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോന്ന താഴത്തെ SMA ഉണ്ട്, 207 ലെവൽ കിടപ്പുണ്ട്. RSI റെഡിലേക്ക് മുട്ടാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു റിജക്ഷൻ പോയിൻ്റ് ഉള്ളത് 269. 269 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ നമുക്ക് പിയിൽ തന്നെ കുറച്ചും കൂടെ മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ കോംപ്ലിക്കേറ്റഡ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആർക്കട്ട് പണി കൊടുക്കണം എന്ന് ആലോചിച്ചിട്ടാണ് സിയും പിയും കൂടെ തമ്മിൽ ആലോചിക്കുകയാണ്. 245 ബ്രേക്ക് ചെയ്ത് 10 മണിക്ക് താഴത്തോട്ട് ഫാളായ മാർക്കറ്റ് 220 ഭാഗത്തേക്ക് ഫാളാവും. അപ്പോൾ സിയുടെ റിജക്ഷൻ പോയിൻ്റ് എവിടെയാണ്? 269. 269 ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ടും പോകും. അപ്പോൾ നമ്മൾ പിയുടെ എൻട്രി 3 സ്ഥലത്താണ് പിയുടെ എൻട്രി പറഞ്ഞത്. 273 നിൽക്കുന്നത്. ഒന്ന്, ആവറേജിങ്ങിന് വേണ്ടി ഇൻസൈഡ് ബാർ, ഇവിടെ നിന്ന് ആവറേജിന് വേണ്ടി പി എടുത്തിടാം. ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്, ആ നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്ക് പോവുകയാണെങ്കിൽ എടുത്തിടാം. 255 ബ്രേക്ക് ചെയ്താൽ സസ്റ്റെയിൻ മൂവ് കിട്ടും. 255 നിന്ന് എടുത്തിടാം. അപ്പോൾ 240 നിന്ന് എടുത്താൽ 34 പോയിൻറ്റ്, 250 നിന്ന് എടുത്താൽ 22 പോയിൻറ്റ്, 255 60 നിന്ന് എടുത്താൽ 11 പോയിൻറ്റ്. അപ്പോൾ മാർക്കറ്റ് ഒരു റിജക്ഷൻ പോയിന്റിലാണ് നിൽക്കുന്നത്. എവിടെ റിജക്ഷൻ പോയിന്റ്? ഇന്നലത്തെ ഡേ ഹൈ റിജക്ഷൻ പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് രാവിലത്തെ റെക്റ്റാങ്കിൾ ബോക്സ്, ആ ബ്ലൂ ലൈന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ അത് നേരെ 23,327 പ്രീവിയസ് ഡേ ഹൈ ലെവലിലേക്കോ മാർക്കറ്റ് വരാമെന്നാണ് പറഞ്ഞത്. ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോന്നാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തേക്ക് പോരും. അപ്പോൾ നോക്കും, RSI ഓൾറെഡി അപ്പർ സൈഡിലേക്കാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഡൗൺ വന്നു എന്ന് വെച്ചാൽ 170 പോയിൻ്റാണ് മാർക്കറ്റ് അപ്പായിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് RSI കണ്ടിന്യൂവേഷൻ ഫ്ലോ അല്ലാത്തതുകൊണ്ട് അവിടെ RSIയുടെ ഓപ്പോസിറ്റ് മാർക്കറ്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അവിടുത്തെ റിജക്ഷൻ 277 വരെ മാർക്കറ്റ്, അതായത് റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് എവിടെയാണോ അവിടെ നിന്നുള്ള റിജക്ഷനാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇത്രയും ക്യാൻഡിൽ വെച്ചിട്ട് റിജക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇൻഡെക്സിൽ മാർക്കറ്റ്
പ്രീവിയസ് ഡേ ഹൈ ലെവലിലാണ് വന്ന് റിജക്റ്റ് ആയിരിക്കണേ. അതിനാണ് നമ്മൾ ഇൻഡെക്സ് ചാർട്ട് നോക്കുന്നത്. ആദ്യത്തെ റെസ്പെക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ക ഒരു റിജക്ഷൻ. ആ റിജക്ഷനിലാണ് മാർക്കറ്റ് 269 നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒരു 3 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈവനിങ് ട്രേഡിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഹോൾഡ് ചെയ്താലും ഒന്നും സംഭവിക്കാനായിട്ടൊന്നും ഇതിൽ പോകുന്നില്ല. ഇതിൽ നമുക്ക് 2 ടാർഗറ്റുകളാണ് ഈ ഒരു ട്രേഡിലുള്ളത്. ഒന്ന് 269, സെക്കൻഡ് എന്ന് പറയണത് ഏകദേശം ഒരു 269 മേജറായിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയണം. അപ്പോൾ മാർക്കറ്റ് എത്ര താഴത്തോട്ട് പോയാലും തിരിച്ച് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. $261 അങ്ങ് പോകുന്നില്ല. കൺസോൾട്ടേഷൻ സോണിലാണ്, പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് എന്തായാലും പോകത്തില്ല. അപ്പോൾ മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അതിൻ്റെ ഇടയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിച്ചു. മാർക്കറ്റ് 267 നിൽക്കുന്നത്. മാർക്കറ്റ് നമ്മൾ 269 പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മളൊന്ന് കാണിച്ചു തരാം. 8,000 അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 269 അത് ക്ലോസ് ചെയ്തു കേട്ടോ. 7,691 268 ക്ലോസ് ചെയ്തു. അത് ഓൾറെഡി 270 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെടുത്തത് ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിച്ചായിരുന്നു. അതിനുശേഷം റീ എൻട്രി ആണ് നമ്മളെടുത്ത് ഹോൾഡ് ചെയ്ത് അത് 269 വൈകിട്ട് എത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് കുറച്ചും കൂടെ കയറിപ്പോയി. 278 വരെ മാർക്കറ്റിൽ സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് തിരിച്ച് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. 270 നമ്മളുടെ ലെവൽ. 269 നമ്മൾ കറക്റ്റായിട്ട് അവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അത് എവിടം വരെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. 278 വരെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ രാവിലെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലെവലുണ്ട് 290. ആ ഒരു ലെവൽ ഓൾറെഡി മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അത് നാളെ പോയി ടച്ച് ചെയ്യട്ടെ. RSI 5 മിനിറ്റിൽ റെഡിലേക്ക് കയറി. ആ ക്രോസ് ഓവർ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു അറ്റംപ്റ്റ് ഇവിടെ നടത്തിയത്. നമ്മൾ ആദ്യം എടുത്തു 3 മണിക്ക് മോളിൽ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ക്യാൻഡിൽ മോളിൽ പോയി ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ 253 സപ്പോർട്ട് എടുത്തപ്പോൾ ഒരു റീ എൻട്രി കൂടെ എടുത്തു. ആ എൻട്രിയാണ് 2 എൻട്രിയിലായിട്ടോ ചെയ്തത് കേട്ടോ. 2 എൻട്രിയിലായിട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ 270 വരെ അത് കൊണ്ടുപോയത്. ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9/3/29 ആയിട്ടുണ്ട്. നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 291 എന്നുള്ള ലെവലാണ്. നമ്മൾ ആകെ പ്രതീക്ഷിച്ചത് 270. പക്ഷെ അവിടെ നിന്ന് മാർക്കറ്റ് 3.4 ക്യാൻഡിലിൽ 3.10 3.4 ക്യാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് 3.29 ആയപ്പോൾ കറക്റ്റ് 289 290 നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 30 പോയിൻ്റാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അത് ഇനിയിപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യലൊന്നും നടക്കുകയില്ല. കാരണം 2-3 സെക്കൻഡ് കൂടെ ഉള്ളൂ. 295 ലെവൽ വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 3 മണിയുടെ ട്രേഡും ഓൾറെഡി സക്സസ് ആയിട്ടുണ്ട്.
അപ്പോൾ അതിൽ നമ്മളുടെ ആദ്യത്തതൊന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചായിരുന്നു. ദെൻ ആ ക്യാൻഡിൽ മേളിൽ പോയി ക്ലോസ് ചെയ്തു. ദെൻ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ വീണ്ടും ഒരു റീ എൻട്രി എടുത്തു. ആ എൻട്രി നമ്മൾ 269 കൊടുത്തു. അതിനുശേഷം ആ മൂവ്മെൻറ്റ് നമ്മൾ രാവിലെ തൊട്ട് പറയുന്ന 290 ഉണ്ട്. ഇന്ന് രാവിലെ തൊട്ട് പറയുന്നതാണ്. ഈ ഒരു ക്യാൻഡിൽ 289.50 ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അത് 290 ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് വരാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 3.25 ക്യാൻഡിലെ മൂവ്മെൻറ്റ് 290 വരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ കോൺഫിഡൻറ്റോട് കൂടി ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനോ ഒരു സപ്പോർട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.